ജീവനാംശം മുതൽ ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകളെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ വരെ ശക്തമായ നിലപാടുകൾ ജുഡീഷ്യറി സ്വീകരിച്ച വർഷമാണ് കടന്നുപോയത്. പരിപാലനം, സ്വത്തിന്റെ അനന്തരാവകാശം, ജോലിസ്ഥലത്തെ സുരക്ഷ, രാഷ്ട്രീയ പ്രാതിനിധ്യം തുടങ്ങിയ മേഖലകളിൽ സുപ്രീം കോടതിയുടെ ഇടപെടലുണ്ടായി. ഒരു സ്ത്രീയുടെ ജീവനാംശം മൗലികാവകാശമാണെന്നും സുരക്ഷിതമല്ലാത്തതോ ദുരുപയോഗം ചെയ്യുന്നതോ ആയ വിവാഹങ്ങളിൽ സാമ്പത്തിക ചൂഷണത്തിൽ നിന്നും സ്ത്രീകളെ സംരക്ഷിക്കേണ്ടതുണ്ടെന്നും സുപ്രീം കോടതി വിധിച്ച വർഷമാണ് 2025. രണ്ട് വ്യത്യസ്ത വിധിന്യായങ്ങളിലൂടെ സ്ത്രീകളുടെ അനന്തരാവകാശത്തെ ശക്തിപ്പെടുത്തിയതും എടുത്തു പറയേണ്ടതുണ്ട്. 1986 മുസ്ലിം വിവാഹമോചന അവകാശ സംരക്ഷണ നിയമപ്രകാരം വിവാഹമോചിതരായ മുസ്ലിം സ്ത്രീകൾക്ക് വിവാഹ സമയത്ത് ഭർത്താവിനോ ബന്ധുക്കൾക്കോ നൽകുന്ന സമ്മാനങ്ങളും സ്വത്തും തിരികെ നേടാൻ അർഹതയുണ്ടെന്ന് കോടതി വിധിച്ചു. പിന്നാക്ക വിഭാഗക്കാരായ സ്ത്രീയുടെ നിയമപരമായ അവകാശികൾക്ക് അവരുടെ മാതൃപിതാവിന്റെ പൂർവിക സ്വത്തിൽ തുല്യ പങ്കാളിത്തമുണ്ടെന്ന് കോടതി ശരിവെച്ചതും ശ്രദ്ധേയമായി. ആചാരങ്ങൾ ഭരണഘടനാപരമായ സമത്വത്തിനുള്ള അവകാശത്തെ മറികടക്കാൻ കഴിയില്ലെന്നും കോടതി പറഞ്ഞു. 2013 തൊഴിൽ സ്ഥലങ്ങളിലെ സ്ത്രീകൾക്കെതിരായ ലൈംഗിക പീഡന നിരോധന നിയമം പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനായി രാജ്യവ്യാപകമായി ഒരു സർവേ നടത്താൻ കോടതി ഉത്തരവിട്ടത് ഏറെ ചർച്ചയായി. ഇത് പാലിക്കാത്ത തൊഴിലുടമകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനും കോടതി നിർദ്ദേശിച്ചു. നിയമസ്ഥാപനങ്ങളിലെ സ്ത്രീകൾക്കുള്ള പ്രാതിനിധ്യക്കുറവ് പരിഹരിക്കുന്നതിനായി വരാനിരിക്കുന്ന സംസ്ഥാന ബാർ കൗൺസിൽ തെരഞ്ഞെടുപ്പുകളിൽ 30% സംവരണം ഉറപ്പാക്കാൻ സുപ്രീം കോടതി ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയോട് നിർദ്ദേശിച്ചത് മറ്റൊരു ഇടപെടലായിരുന്നു. ഒരു സ്ത്രീയുടെ ഇണയ്ക്ക് മുൻ വിവാഹത്തിൽ കുട്ടികളുണ്ട് എന്നതുകൊണ്ട് മാത്രം അവൾ വീണ്ടും പ്രസവിക്കുമ്പോൾ പ്രസവാവധി നിഷേധിക്കാൻ കഴിയില്ലെന്നും കോടതി പറഞ്ഞു. 2005 ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകളെ സംരക്ഷിക്കൽ നിയമം ശരിയായി നടപ്പിലാക്കാൻ കോടതി എല്ലാ സംസ്ഥാനങ്ങളോടും കേന്ദ്രഭരണ പ്രദേശങ്ങളോടും നിർദ്ദേശം നൽകിയിരുന്നു. സ്ത്രീകൾക്ക് വേണ്ടത് സഹതാപമല്ല ശാക്തീകരണമാണെന്ന് നിരീക്ഷിച്ചതും സുപ്രീം കോടതിയാണ്. ഈ അടുത്താണ് ഉന്നാവോ ബലാത്സംഗ കേസിൽ ശിക്ഷിക്കപ്പെട്ട രാഷ്ട്രീയ നേതാവിന്റെ ശിക്ഷ മരവിപ്പിച്ചത് റദ്ദാക്കിയത്. സ്ത്രീവാദ പ്രസ്ഥാനങ്ങളെ ശക്തിപ്പെടുത്തുന്ന വിധത്തിൽ കോടതികൾ സ്ത്രീകളുടെ അന്തസ്സ്, തെരഞ്ഞെടുപ്പ്, സമത്വം എന്നിവ സ്ഥിരീകരിച്ച വർഷമാണ് കടന്നുപോയത്.